അതേസമയം മെഡിക്കൽ കോളേജിൽ പരാതി എഴുതാൻ പേപ്പർ വാങ്ങാൻ പോലും പണമില്ല എന്നാണ് ഡോക്ടർ ഹാരിസ് ഹസന്റെ പ്രതികരണം. തനിക്കെതിരായ ആരോപണങ്ങളിൽ കണ്ണീരോടെയാണ് ഡോക്ടറുടെ പ്രതികരണം. എന്നാൽ ഡോക്ടർ ഹാരിസ് ഹസനെതിരായ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടാതെ ആരോഗ്യവകുപ്പ് പൂഴ്ത്തി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധികൾ വീണ്ടും ഡോക്ടർ ഹാരിസ് അക്കമിട്ട് നിരത്തി. തനിക്കൊപ്പം പല സ്ഥലങ്ങളിലും ജോലി ചെയ്തിരുന്നവരാണ് അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയ സമിതി. അവർ വ്യാജമായ വിവരങ്ങൾ റിപ്പോർട്ടിൽ ചേർത്തില്ലെന്നാണ് വിശ്വാസം. കണ്ണീരോടെ ഡോക്ടർ ഹാരിസ് ഹസൻ. വിദഗ്ധ സമിതി എന്താണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ആ റിപ്പോർട്ടിൻ്റെ കോപ്പി എനിക്ക് കിട്ടിയിട്ടില്ല. വിശദീകരണ കത്തിനകത്ത് അവർ തന്നിട്ടില്ല. അവരെന്താണ് എഴുതിയിരിക്കുന്നതെന്നും എനിക്കറിയില്ല. കാരണം അതിൽ വന്നിട്ടുള്ള എല്ലാ 4 പേരും എൻ്റെ സഹപ്രവർത്തകർ തന്നെയാണ്. ഒരുപാട് വർഷങ്ങളൊക്കെ ഡോക്ടർ ഹാരിസിനെ നന്നായിട്ട് അറിയാവുന്നവരാണ്. യൂറോളജി വകുപ്പിൽ നിന്ന് കഴിഞ്ഞ മാർച്ചിലും ജൂൺ മാസത്തിലും ഉപകരണക്ഷാമം കാണിച്ച് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് അയച്ച കത്ത് പുറത്തുവന്നു. ഡോക്ടർ ഹാരിസ് വിദഗ്ധ സമിതി നടത്തിയ അന്വേഷണ റിപ്പോർട്ട് ആരോഗ്യവകുപ്പ് പൂഴ്ത്തി. റിപ്പോർട്ട് പുറത്തുവിടാനാകില്ലെന്ന് വിവരാവകാശ ചോദ്യത്തിന് 24-ന് മറുപടി ലഭിച്ചു. അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ഡോക്ടർ ഹാരിസും ആവശ്യപ്പെട്ടു. 24 തിരുവനന്തപുരം.